നമസ്കാരം, എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇക്കോളജിയാണ്, ഇക്കോളജിയുടെ സെക്കൻഡ് ക്ലാസ് ആണിത്. CSIR നെറ്റിന്റെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ആണ്. CSIR നെറ്റ് ഗേറ്റ് ഇക്കോളജി എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ ഒരു ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ എൻവയൺമെന്റ്, ഫിസിക്കൽ എൻവയൺമെന്റ് എന്തൊക്കെയാണ്, ബയോട്ടിക് എൻവയൺമെന്റ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Okay, what leads for adaptations? Okay, nammal kandu wide varieties of life is in this earth. Okay, endukondana variety etrayum variety endukondana because of the adaptations. Okay, engineyana ee adaptations, what leads for adaptation? It is because climate or weather. Okay, so oro climate nu weather nu anusarichittana oro organisms adindeyaya adaptations like ettunnathu. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വെദർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള രണ്ട് ടെർമിനോളജി ഒന്ന് പരിചയപ്പെടാം. വെദർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, precipitation, wind, cloudiness and other atmospheric conditions occurring at a specific place and time. Okay, ഒരു സ്പെസിഫിക് പ്ലേസിലുള്ള സ്പെസിഫിക് ടൈമിലുള്ള കണ്ടീഷനെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലൈമറ്റ് is the long-term observations of the atmospheric conditions at any location like humidity, temperature, the sunshine, wind, etc. The changes in climate take a longer time to change. Okay, അതായത് ഇപ്പം വെദർ, ഓക്കെ, ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ ഇരിക്കുന്ന ലൊക്കേഷനിലുള്ള ടെമ്പറേച്ചറും precipitation-ഉം വിൻഡിനെയും ഒക്കെ ഉള്ള ഒരു ടോട്ടാലിറ്റിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് നെക്സ്റ്റ് മന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ഈ സെയിം ടൈമിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല അവിടുത്തെ വെദർ, അല്ലെ? ടെമ്പറേച്ചർ വേരി ചെയ്യാം, precipitation വേരി ചെയ്യാം, ഓക്കെ, ക്ലൗഡിനെസ് വേരി ചെയ്യാം. സോ നെക്സ്റ്റ് മന്ത് വേറെ ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ടൈമിലുള്ള വെദർ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വെദർ എന്ന് പറയുന്നത് സ്പെസിഫിക് പ്ലേസ് ആൻഡ് ടൈമിലുള്ള കണ്ടീഷനെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഒബ്സർവേഷൻസ് ആണ്. ഇപ്പൊ നമ്മുടെ 7 കോണ്ടിനെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, യു ക്യാൻ സി ഡിഫറെന്റ്, നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പൊ യൂറോപ്പ് എന്നുള്ളൊരു കോണ്ടിനെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ അതിനെ ഒരു കോൾഡ് റീജിയൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, എൻറ്റയർ യൂറോപ്പിനെ. ഓക്കെ, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അവിടുത്തെ എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഇന്ത്യനെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനറലി ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ലോങ് ടേം ഒബ്സർവേഷനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി ആയതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ ഇതിന്റെ ഡെഫിനിഷൻസ് എടുത്തത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സസിലേക്ക്, നമ്മൾ അടുത്ത സെക്ഷൻസിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. സോ വെദർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, വിൻഡ്, വാട്ടർ ആൻഡ് ലൈറ്റ് ആർ കോമ്പണന്റ്സ് ഓഫ് ക്ലൈമറ്റ്. Solar energy and the Earth's rotation affect atmospheric circulation. Variation in solar radiation determines the climate in different areas of the world. Okay, അതായത് ക്ലൈമറ്റിനെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സോളാർ എനർജിയാണ്. ഓക്കെ, സോളാർ എനർജി പ്ലസ് എന്താണ്, എർത്തിന്റെ റൊട്ടേഷൻ. എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ അതിന്റെ ഒരു ഷേപ്പും, അതിന്റെ ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പും ഇതിനെ നമ്മുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ എർത്തിന്റെ ഓരോ ഭാഗത്തും ഡിഫറെന്റ് ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഘടകങ്ങൾ, ഒന്ന് സോളാർ എനർജിയും എർത്തിന്റെ റൊട്ടേഷനുമാണ്. എങ്ങനെയാണ് ആ സൺലൈറ്റ് അല്ലെങ്കിൽ സോളാർ എനർജി നമ്മളെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. Some parts of the Earth's surface receive more energy from the sun than others. These differences have a great effect on climate. ഇപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഇതൊരു സ്ഫെറിക്കൽ ആണ്. നമ്മുടെ എർത്ത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. അതിനെ നമുക്ക് നടുക്കിലുള്ള ഈ ഒരു അതിനെ ഈക്വലായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേറ്റർ ഉണ്ട്. ഓക്കെ, സോ ഈ ഇക്വേറ്റർ റീജിയൻസിൽ സൺലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഓൾസോ അതൊരു സ്മോൾ ഏരിയയിൽ മാത്രമേ അത് ഹീറ്റ് ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ പോളാർ റീജിയൻസിലേക്ക് നോക്കുന്ന സമയത്ത് സൺറൈസ് ഹാസ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ഇക്വേറ്ററിൽ ഇത്രയും ട്രാവൽ ചെയ്താൽ മതി. ബട്ട് പോളാർ റീജിയൻസിലേക്ക് പോകുമ്പോൾ സൺറൈസ് ഹാസ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ഓൾസോ ഒരു ലാർജ് സർഫസ് ഏരിയയിലാണ് അത് ഹിറ്റ് ചെയ്യുന്നത്. സോ ഹീറ്റ് അത് മാക്സിമം ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് പോളാർ റീജിയൻസ് മോർ കോൾഡ് ആയിട്ട് ഇരിക്കുന്നത്. സി നോക്കൂ, ഇക്വേറ്റർ റീജിയൻ മോർ ഹോട്ട് ആണ്. സോ സോളാർ എനർജിയും എർത്തിന്റെ റൊട്ടേഷനും ആണ് ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായി. The intensity of solar radiation varies with latitude. In polar areas, the sun's rays strike the earth at an oblique angle and deliver less energy than at a tropical regions. Okay, ഇവിടെ കിട്ടുന്ന എനർജിനേക്കാളും കൂടുതലാണ് ഇക്വേറ്ററിൽ കിട്ടുന്നത്. The energy is concentrated over a smaller surface and travels a shorter distance through the atmosphere. Okay, so ഇതാണ് ഇതിന്റെ ഷേപ്പും എർത്തിന്റെ റൊട്ടേഷനും സോളാർ എനർജിയും ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എർത്തിന് ഒരു റൊട്ടേഷൻ ഉണ്ട് അല്ലെ. ഈ ഒരു എർത്തിന്റെ റൊട്ടേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റോക്കറ്റ്, ഇപ്പൊ പോളാർ റീജിയൻസിൽ നിന്ന് ഒരു റോക്കറ്റ് നമ്മൾ ഇക്വേറ്ററിലേക്ക് ഫയർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഇസ് ഇറ്റ് ഇസ് ട്രാവലിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നു. ഇറ്റ് വിൽ റീച്ച് ഇക്വേറ്റർ ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. ദിസ് ഈസ് അവർ എക്സ്പെക്ടഡ് പാത്ത്. ബട്ട് ആക്ച്വൽ പാത്ത് ഇസ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ബെൻഡ് ടുവേർഡ്സ് ഇക്വേറ്റർ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബെൻഡ് സംഭവിക്കുന്നുണ്ട്. ഈ ബെൻഡിന്റെ കാരണം എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷൻ ആണ്. ഈ എർത്ത് ഓൾവേസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പോളാർ റീജിയൻസ് എന്നുള്ള ആ ഒരു മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബെൻഡ് അവിടെ വരുന്നത്. ഇതിനെയാണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് എയർ ഈസ് മൂവിങ്, എനി സർഫസ് ഫ്ലോ ഈസ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ് ദി വെസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദി എർത്ത്സ് റൊട്ടേഷൻ. ഓക്കെ, വെസ്റ്റ് സൈഡിലേക്കുള്ള ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോറിയോളിസ് ഫോഴ്സ് ആണ് എൻറ്റയർ എർത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക വിൻഡ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വിൻഡ് മൂവ്മെന്റിനനുസരിച്ചിട്ടാണ് എർത്തിന്റെ എൻറ്റയർ റീജിയനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് ഇൻ ക്ലൈമറ്റ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഏരിയയിലുള്ള ഓർഗാനിസംസും ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അതത് റീജിയൻസിനനുസരിച്ചിട്ടുള്ള അഡാപ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് ആ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ കോറിയോളിസ് ഫോഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ആ വെസ്റ്റിലേക്കുള്ള ആ ഒരു എയർ മൂവ് ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് സൈഡിലേക്കുള്ള ഒരു പുള്ളിനെയാണ് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. പാറ്റേൺസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിൽ എയറിന്റെ സർക്കുലേഷന് ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക്, ആ ഒരു പാറ്റേൺ ആണ് ആ ഒരു പെർട്ടിക്കുലർ റീജിയൻസിലെ ക്ലൈമറ്റ് ഡിസൈഡ് ചെയ്യുന്നതും അവിടുത്തെ ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്യുന്നതും. The 3-cell model of the atmospheric circulation on a uniform rotating earth that is heated more at the equator than at the poles. Okay, 3-cell model എന്നാണ് ഇതിനെ പറയുന്നത്. പോളാർ സെൽ, ഫെറൽ സെൽ ആൻഡ് ഹാർഡ്ലി സെൽ. ഓക്കെ, ഈ ഒരു 3-cell കോൺസെപ്റ്റ് ആണ് നമ്മുടെ എൻറ്റയർ എർത്തിലുള്ള എയറിന്റെ മൂവ്മെന്റ്സിനെ പറയുന്നത്. ഇൻ ദ 3-cell മോഡൽ, the circulation between 30 degree and 60 degree latitude called the feral cell. Okay, ഈ 30 ഇക്വേറ്ററിന് എടുക്കുന്ന സമയത്ത് 0 to 30, 30 to 60 അങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അതിൽ 30 to 60 ഡിഗ്രിയിലുള്ള ഏരിയയിലാണ് നമുക്ക് ഫെറൽ സെൽ കിട്ടുന്നത്.
ഫെറൽ സെല്ലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട്ലി സെല്ലിന്, അതായത് നമ്മൾ ഇക്വേറ്റർ മുതൽ 30 ഡിഗ്രി വരുന്ന സോണിനെയാണ് ഹാർട്ട്ലി സെൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹാർട്ട്ലി സെല്ലിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഫെറൽ സെല്ലിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്, എയറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനി സൗത്ത് നോർത്ത് പോളിനും സൗത്ത് പോളിനും സെയിം ടൈപ്പ് ഓഫ് എയർ മൂവ്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഹാർട്ട്ലി സെൽ, ഫെറൽ സെൽ ആൻഡ് പോളാർ സെൽ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ഹിയർ. ഓക്കെ, 3 സെൽ മോഡൽ എന്നാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷന് പറയുന്നത്. ഹാർട്ട്ലി സെൽ 0 to 30, ഫെറൽ സെൽ 30 to 60, പോളാർ സെൽ ടുവേർഡ്സ് പോളാർ. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിന്റെ സർക്കുലേഷൻ ഡിഫറെന്റ് ആയതിനനുസരിച്ചിട്ടാണ് ആ ഒരു ഏരിയയിലുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ലൈഫ് ഫോംസും അതിന് അഡാപ്റ്റഡ് ആണ്. ഓക്കെ, global circulation based on a modified 3 cell model. Tropical forests exist mainly in a broad band around the equator. Okay, ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിലും, അതായത് ഇക്വേറ്ററിനോട് അടുത്തുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നത്. At around 30 degree north and south, the air is hot and dry and deserts exist. Okay, ഈ ഒരു 30 ഡിഗ്രിയിൽ പോകുമ്പോഴാണ് നമുക്ക് ഡെസേർട്ട് കാണുന്നത്. അത് നോർത്തിലായാലും ശരി സൗത്തിലായാലും ശരി, ഈ ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് നമുക്ക് ഡെസേർട്സ് കാണാൻ പറ്റുന്നത്. The secondary zone of precipitation exists at around 45 to 55 north and south. Okay, ഈ ഒരു ഏരിയയിൽ നമ്മൾക്ക് എന്താണ് പറയുക, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് precipitation കിട്ടുന്നത്. Okay, the polar regions are generally cold and dry. Okay, cold and dry ആണ് both the pole regions. Okay, see, നമ്മൾ ഇതിന്റെ ഇക്വേറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിലും അബണ്ടന്റ് precipitation in all seasons ആണ്. ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. സോ ഇവോപ്പറേഷനും ഇവിടെയായിരിക്കും കൂടുതൽ. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് വി ക്യാൻ സീ precipitation. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് സമ്മർ വെറ്റ് വിന്റർ ഡ്രൈ ഏരിയ ആണ്. സമ്മർ വെറ്റ് വിന്റർ ഡ്രൈ ഏരിയ ആണ് നെക്സ്റ്റ് വരുന്നത്, തൊട്ടടുത്ത് വരുന്നത്. Then subtropical high dry in all season. Desert വരുന്നത് ഈ 30 ഡിഗ്രി റീജിയനിലാണ്. Then winter wet summer dry, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. വിന്റർ വെറ്റ് സമ്മർ ഡ്രൈ ആണ് നെക്സ്റ്റ് ലാറ്റിറ്റ്യൂഡിൽ വരുന്നത്. ദെൻ സബ് പോളാർ ലോ ആംബിൾ precipitation in all seasons. ഈ ഒരു ഏരിയയിൽ ആകുമ്പോഴത്തേക്കും അവിടെ എന്താണ് പറയാ, precipitation കൂടുതലായിരിക്കും ടുവേർഡ്സ് ദി പോൾ എത്തുമ്പോഴത്തേക്കും. ദെൻ പോളാർ റീജിയനിൽ എത്തുമ്പോഴത്തേക്കും പോളാർ ഹൈ സ്പാർസ് precipitation in all season. അവിടെ എപ്പോഴും എന്താണ് ഡ്രൈ ആയിട്ടുള്ള കോൾഡ് ആൻഡ് ഡ്രൈ എയർ ആണ് പോളാർ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ഗ്ലോബൽ സർക്കുലേഷൻ, ഈ ഒരു എയറിന്റെ മൂവ്മെന്റിന്റെ സർക്കുലേഷൻ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് ഫോംസിനെ നമുക്ക് എർത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദിസ് ഈസ് ദി തിങ് വിച്ച് ഈസ് എഫക്റ്റിംഗ് ദി we can because of this we can observe so much of variety in this earth. Okay, ഇനി നമുക്ക് ഓഷ്യൻ കറന്റ് നോക്കാം. ഗ്ലോബൽ കറന്റ്സ് ആർ ലാർജ്ലി ഡ്രിവൺ ബൈ വിൻഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓഷ്യൻ സർക്കുലേഷൻ നോക്കാം. ഈ ഓഷ്യൻ സർക്കുലേഷനും ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദിസ് wind. Okay, in the centers of several of the great ocean basins, surface water moves in great closed curve patterns called gyres. Okay, ഈ ഒരു ബെൻഡിനെയാണ് നമ്മൾ ഗൈർസ് എന്ന് പറയുന്നത്. These water movements affect biological productivity in the oceans and sometimes profoundly affect the climate on adjacent land masses, as when the Gulf Stream brings warm water to the region of British Islands. അതായത് നമ്മുടെ വിൻഡിന്റെ ബേസ് ചെയ്തിട്ട് ഓഷ്യനിലുള്ള വാട്ടർ മൂവ്മെന്റും ഡിഫറെന്റ് ആയിരിക്കും. അതായത് പോളാർ റീജിയൻസ് നിന്ന് വരുന്ന തണുത്ത കോൾഡ് ആയിട്ടുള്ള വാട്ടർ ഏറ്റവും ഡീപ്പർ സൈഡ് കൂടി പോയിട്ട് അത് മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് വാം ആയിട്ട് വരും. സോ ഈ വാം ആയിട്ടുള്ള വാട്ടർ കറണ്ട് വാം സർഫസ് ഫ്ലോ പോയിട്ട് തിരിച്ച് പോളാറിൽ എത്തുമ്പോഴത്തേക്കും അത് തണുക്കും. ഓക്കെ, ദെൻ അഗെയിൻ ഈ ഒരു സർക്കുലേഷൻ, ഈ ഒരു വാം കോൾഡ് വാം
ആ ഒരു ഫ്ലോ ആണ് നമ്മൾ ഓഷൻ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഈ ഒരു എന്താ പറയാ സർക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതായത് നമ്മുടെ ഓഷൻസിലുള്ള എന്താണ് പറയാ പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ പറയാ precipitation. സോ അതിന് ഓഷന് തൊട്ടടുത്തിട്ടുള്ള ലാൻഡ് ഏരിയയിൽ നമുക്ക് കൂടുതൽ precipitation കിട്ടാനും ഒക്കെ ഇതിന്റെ ഈ ഒരു ഓഷൻ സർക്കുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. Then rain shadows. Rain shadow region എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. റെയിൻ ഷാഡോ റീജിയൻസ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷൻസിന്റെ തൊട്ടടുത്ത് ഓഷൻ ഫേസ് ഓഷൻസിന്ന് വിൻഡ് എന്താണ് ലാൻഡ് മാസിലേക്കാണ് വിൻഡ് വരിക. വിൻഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓഷൻ ടു ലാൻഡ് ആണ്. ഓക്കെ, അങ്ങനെ ലാൻഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട് ആ വിൻഡ് പിന്നെ ബെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോവാൻ തുടങ്ങും. പിന്നെ അത് ഗ്രാജുവലി അത് അവിടുന്ന് കണ്ടൻസ്ഡ് ആയിട്ട് അവിടെ റെയിൻഫോൾ ആയിട്ട് അത് വരും. സോ ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റെയിൻ കിട്ടുന്നത്. ബട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് റെയിൻ കിട്ടില്ല. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെസേർട്സ് ഓൺ ലാൻഡ് സംടൈംസ് occur because mountain ranges intercept moisture laden winds from the sea. ഓക്കെ, ഈ മൗണ്ടൻസ് ആണ് അതിന്റെ പ്രധാന കാരണം. ഈ മൗണ്ടൻസിൽ ഈ ഓഷൻ വിൻഡ് തട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് റെയിൻ കിട്ടാതെ പോകുന്നത്. When air flowing landward from the oceans encounters a mountain range, the air rises and its moisture holding capacity decreases because it becomes cooler at higher altitude, causing precipitation to fall on the mountain slopes facing the seaside. ഈ seaside facing ആയിട്ടുള്ള മൗണ്ടിന്റെ seaside facing ആയിട്ടുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ റെയിൻ കിട്ടുന്നത്. സോ അത് കിട്ടാത്ത ഏരിയനെയാണ് നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് എലിവേഷൻ. ഓക്കെ, എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ലെവൽ ആണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ്. നമ്മൾ എല്ലാത്തിന്റെ ഒരു സ്കെയിൽ വന്നത് സീ ലെവൽ ആണ്. സീ ലെവലിന് ഇത്ര എബോവ് എന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ എന്താണ് പറയാ ആ സീ ലെവലിന്റെ എബോവ് എന്നുള്ളത് എന്നൊരു സ്കെയിൽ വെച്ച് നോക്കുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും ഡിഫറെന്റ് ആയിരിക്കും. അവിടുത്തെ എൻവയറൺമെന്റ് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. Another significant regional pattern is that in mountainous regions, temperature and other conditions change with elevation. Okay, നമുക്കറിയാം ഹയർ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹയർ സീ ലെവലിന് ഹയർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ ഫോളിന് ഒരു സ്കെയിൽ ഉണ്ട്. അതായത് എയർ ടെമ്പറേച്ചർ ഫോൾസ് അബൌട്ട് 6 degrees Celsius ഫോർ എവറി 1000 meter ഇൻക്രീസ് ഇൻ എലിവേഷൻ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാം, അപ്പൊ സീ ലെവലില് നമ്മുടെ ടെമ്പറേച്ചർ വന്നിട്ട് 36 degrees Celsius ആണ് എന്ന് വിചാരിക്കും. സോ 36 degrees Celsius 1000 meter എബോ ആണ് ഈ ഒരു ഏരിയ. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് 30 degrees Celsius ആയിരിക്കും. 30 degree Celsius ആയിരിക്കും. ദെൻ സീ ലെവലിൽ നിന്ന് ഏതാണ്ട് ഒരു 2000 meter എബോ ആണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ 24 degrees Celsius ആയിരിക്കും ഉണ്ടാവുക. സോ എവറി 1000 meter സീ ലെവലിന് മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ 6 degrees Celsius വെച്ചിട്ട് ഡിക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ എലിവേഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ഓർഗാനിസംസും ലൈഫ് ഫോംസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ സീ ലെവലില് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ആണ് നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണുന്നത്. ഓക്കെ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ദെൻ അതിൽ കുറച്ചും കൂടി ഹയർ ലെവലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേറ്റ് ഫോറസ്റ്റ് വി ക്യാൻ ഫൈൻഡ്. ഓക്കെ, ദെൻ അതിലും കൂടുതൽ എലിവേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈഗ, അതിലും മുകളിലേക്ക് തുൻഡ്ര, പിന്നെ പോളാർ ഐസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് അവര് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, പ്രൊഡക്ടിവിറ്റി വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ടെമ്പറേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ടൈഗ ഈസ് ഗ്രേറ്റർ ദാൻ, ടുൻഡ്ര ഈസ് ഗ്രേറ്റർ ദാൻ പോളാർ. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ പഠിച്ചിരിക്കണം. ഓക്കെ, ട്രൂ ഓർ ഫോൾസും അങ്ങനെ എന്താ പറയാ 4 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടും ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് അതിന്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത്
highest productivity tropical rainforest lana. Okay, then temperate, then taiga, then tundra, then polar ice. Okay, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും അത് മൈൻഡിൽ വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് എലിവേഷൻ എന്ന് പറയുന്നത് സീ ലെവലിനേക്കാളും ലാൻഡ് എത്ര ഹയറിലാണോ അവിടെയൊക്കെ ടെമ്പറേച്ചർ 6 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് കുറയും. സോ അതിനനുസരിച്ചിട്ട് അവിടുത്തെ എന്താണ് പറയാ, ഫോണ ഫ്ലോറ ഡിഫറെന്റ് ആയിരിക്കും. സോ ആ ഒരു ഡിഫറൻസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ടൈഗ, തുന്ദ്ര. സോ ഇതിന്റെ പ്രൊഡക്ടിവിറ്റി അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ദെൻ നമുക്ക് നോക്കാനുള്ളത് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ, എങ്ങനെയാണ് എർത്തിന്റെ സോളാർ എനർജിയും എർത്തിന്റെ റൊട്ടേഷനും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടു. സോ ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വാട്ടർ, ലൈറ്റ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോയിൽ, pH, മിനറൽസ്, വിൻഡ് എക്സെട്ര ആണ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇത്രയും ഫാക്ടേഴ്സിന് അനുസരിച്ചിട്ട് ഓരോ റീജിയൻസിലുള്ള ഓർഗാനിസത്തിന്റെ ഡിസ്ട്രിബ്യൂഷനും അഡാപ്റ്റേഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ എന്തൊക്കെയാണ് അതിന്റെ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ടെമ്പറേച്ചർ. Temperature is perhaps the most important factor in the distribution and abundance of organisms because of its effect in biological processes such as metabolic rates, and because of the inability of most organisms to regulate their body temperature precisely. Okay, temperature എന്നുള്ളത് എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഓക്കെ, ബിക്കോസ് ടെമ്പറേച്ചറിന്റെ ബേസ് ചെയ്തിട്ടാണ് എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ, ഓർഗാനിസത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്ടോതേർംസ് ആൻഡ് എൻഡോതേർംസ്. ഓക്കെ, എക്ടോതേർംസ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്, എൻഡോതേർംസ് എന്ന് പറഞ്ഞാൽ വാം ബ്ലഡഡ് ആനിമൽസ്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ rely on external heat source to warm themselves. Okay, reptiles and amphibians are the example. Endotherms അഥവാ warm blooded animals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ generate their own internal heat. Okay, എങ്ങനെ? മെറ്റബോളിക് ഹീറ്റ് ആണ് അവരുടെ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and also they can't alter their body temperature. Okay, ഇപ്പൊ അറ്റ്മോസ്ഫിയർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പം മിഡിൽ ഈസ്റ്റിൽ പോയി ഡെസേർട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും യൂറോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഈസ് സെയിം. ഓക്കെ, വി കാൺട്ട് ഓൾട്ടർ ദി ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ്ലി. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എൻഡോതേർംസ് അല്ലെങ്കിൽ ഹോമിയോതേർംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസിനെ നമുക്ക് കാണാൻ പറ്റും. ഈ കോൾഡ് ബ്ലഡഡ് ആനിമൽസിന്റെ അഡാപ്റ്റേഷൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഒന്ന് വന്നിട്ട് ബാസ്കിങ്. ബാസ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോസ്ഡ്, അതായത് സൺലൈറ്റിന് നേരെ എക്സ്പോസ് ചെയ്തിട്ടുള്ള കിടത്തത്തിനെയാണ് ബാസ്കിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ക്രോക്കഡൈൽസ് ആർ ഡൂയിങ് ദിസ് ബാസ്കിങ്. Basking in the sun in the early morning and late evening and seek shelter around noon. Okay, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ lie exposed to warmth and light typically from the sun for relaxation and pleasure. Okay, ഇങ്ങനെയാണ് അവർ ഹീറ്റ് ഉള്ളിലേക്ക് ബോഡി ചൂടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ്കിംഗ് ആണ്. അതായത് സണ്ണിന് നേരെ വായ തുറന്നു വെക്കുന്നതിനെയാണ് നമ്മൾ ബാസ്കിംഗ് എന്ന് പറയുന്നത്. ദെൻ മൈഗ്രേഷൻ. ഓക്കെ, ഇപ്പൊ കോൾഡ് റീജിയൻ മാത്രം സർവൈവ് ചെയ്യുന്ന ആനിമൽസ് ഉണ്ടാവും അല്ലെങ്കിൽ ബേർഡ്സ് ഉണ്ടാവും. സോ അവിടെ സമ്മർ ആവുമ്പം അവര് ഫ്ലൈ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അതേപോലെ അവര് റീജിയനില് എക്സ്ട്രീം കോൾഡ് വെതർ ആവുന്ന സമയത്ത് അഗെയിൻ അവർ മൈഗ്രേറ്റ് ചെയ്ത് വേറെ വാമർ റീജിയൻസിലേക്ക് പോകും. സോ ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ടാണ് മൈഗ്രേഷൻ ഉള്ളത്. ദെൻ ഹണി ബീസ് ഹീറ്റ് ദെയർ ഹൈവ്സ് ബൈ ഷിവറിങ്. ഓക്കെ, ഹണി ബീസ് എന്താ ചോദിച്ചാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ബസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു ഹീറ്റ് അവിടെ അവര് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഹൈബർനേറ്റിംഗ്. ഓക്കെ, ഇപ്പം കോൾഡ് ടെമ്പറേച്ചർ എക്സ്ട്രീം വിന്റർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാർ ബിയേഴ്സ് ഒക്കെ ഹൈബർനേറ്റ് ചെയ്യാൻ പോകും. സോ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ അഡാപ്റ്റേഷൻസ് വരുന്നത് മെയിൻ ആയിട്ട്, അതായത് കോൾഡ് ബ്ലഡഡ് ആനിമൽസിൽ. ദെൻ എൻഡോതേർംസ്. എൻഡോതേർംസ് എന്ന് പറഞ്ഞാൽ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. They cannot regulate or maintain their function with the varying external environment. Okay, they can't alter the body temperature.
they get the heat from metabolic heat. Okay, metabolic heat il koodi maatramana avarku avരുടെ body temperature varunathu. Hypothalamus acts as the thermoregulatory center in brain. Okay, this is the important statement. Idoru question vannittulladaanu. Hypothalamus acts as the thermoregulatory center in brain. Example, mammals and birds. Okay. Adaptations of homeothermic animals. എന്തൊക്കെയാണ് അതിന്റെ അഡാപ്റ്റേഷൻസ് എന്നുള്ളത് നോക്കാം. ഇപ്പം പ്ലാന്റ്സിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, നല്ല ചൂട് സമയത്ത് അവരെന്ത് ചെയ്യും, കൂടുതൽ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ആ പ്ലാന്റിന് ചുറ്റും ഒരു കോൾഡ് എൻവയറമെന്റ് അവർ ക്രിയേറ്റ് ചെയ്യും. ആനിമൽസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആൻഡ് ട്രാൻസ്പിറേഷൻ. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യും. ചൂട് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബോഡീനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഗുളാർ ഫ്ലട്ടറിംഗ് ബേർഡ്സ്. ഗുളാർ ഫ്ലട്ടറിംഗ് ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടെമ്പറേച്ചർ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ചില ബേർഡ്സ് അവരുടെ ബീക്ക് ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ ഗാർഗിൾ ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, അതിനെയാണ് ഗുളാർ ഫ്ലട്ടറിംഗ് എന്ന് പറയുന്നത്. Gular fluttering refers to a bird opening its mouth and fluttering its upper throat muscles to promote heat loss. Okay, അവരിങ്ങനെ ഗാർഗിൾ ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കും. അതിനെയാണ് ഗുളാർ ഫ്ലട്ടറിംഗ് എന്ന് പറയുന്നത്. Dense coat found in desert endotherms. Okay, ഡെസേർട്ട് എൻഡോതേംസിന്റെ തിക്ക് ആയിട്ടുള്ള അവരുടെ സ്കിൻ ഭയങ്കര തിക്ക് ആയിരിക്കും ടു പ്രിവെന്റ് ദി ഹീറ്റ് ലോസ്. ഓക്കെ, ദെൻ കോൾഡ് ക്ലൈമറ്റ് ആനിമൽസ് ആർ ലാർജർ ഇൻ സൈസ് ദാൻ വാർമർ ക്ലൈമറ്റ് ഏരിയ. ഓക്കെ, നമ്മൾ പോളാർ ബിയേഴ്സിനെ നോക്കൂ, ഏറ്റവും ബെയർ സ്പീഷീസിലെ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് പോളാർ ബിയേഴ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് എന്താ പറയുക ഹോമിയോതെർമിക് ആനിമൽസിന്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ആനിമൽ ബോഡി സൈസ് ചേഞ്ച് ഇൻ ഡിഫറെന്റ് ടെമ്പറേച്ചർ. നമുക്ക് അത് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ബർജ്മാൻസ് റൂൾ എന്ന് പറയുന്നത്. ആനിമൽ ബോഡി സൈസ് ചേഞ്ചസ് ഇൻ ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഇൻ 1847, Carl Bergman noted that among closely related mammals or birds, the largest species occurred at higher latitude where it is colder. അതായത് വേറെ ഒന്നുമില്ല, ബർജ്മാൻസ് റൂൾ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ്, ഇതെല്ലാം തന്നെ ബിയേഴ്സ് ആണ്. ഓക്കെ, എല്ലാം ബിയർ സ്പീഷീസ് ആണ്, പക്ഷെ അതിന്റെ സൈസ് ഡിഫറെന്റ് ആണ്. അതെന്താ വെച്ചാൽ ബർജ്മാൻസ് റൂൾ ഈസ് ആൻ ഇക്കോജിയോഗ്രഫിക്കൽ റൂൾ ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ എ ബ്രോഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ടാക്സോണമിക് ക്ലേഡ് populations and species of larger size are found in colder environment. Okay, so ഈ ബെയറിലെ ഏറ്റവും ലാർജർ സൈസ്ഡ് പോളാർ ബെയർ ആണ്. സോ കോൾഡർ റീജിയൻസിലാണ് ലാർജർ ആനിമൽസ്, സെയിം സ്പീഷീസിലെ ലാർജർ ഫോംസ് കാണുന്നത് കോൾഡർ എൻവയറമെന്റിലാണ് എന്നാണ് ബർജ്മാൻസ് റൂൾ പറയുന്നത്. ബർജ്മാൻസ് റൂളിന്റെ ലോജിക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ലോ ആണെങ്കിൽ, ഓക്കെ, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ലോ ആണെങ്കിൽ എന്താണ്, വിച്ച് ഹെൽപ്സ് ടു കൺസർവ് ഹീറ്റ്. ഓക്കെ, ദ ലോജിക് ബിഹൈൻഡ് ദിസ് റൂൾ ഈസ് ദാറ്റ് individuals with greater mass have a small surface area to volume ratio which helps to conserve heat. Okay, എന്താണ് ആ ഒരു റൂളിന്റെ ഒരു ലോജിക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്യൂബിന്റെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ സി ഫസ്റ്റ് കേസിൽ ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, 2 into 2 6 സൈഡ്സ് ആണുള്ളത്. സോ അതിന്റെ സർഫസ് ഏരിയ ഈസ് 24. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ഇറ്റ് ഈസ് 8. ഓക്കെ, ഈ ഒരു വലിയ ബോക്സിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ വന്നിട്ട് 96. 4 into 4 പിന്നെ 6 സൈഡ്സ് 96. അതായത് 4 times ലാർജർ സർഫസ് ഏരിയ ആണുള്ളത്. ഇതിനേക്കാളും 4 times ലാർജർ സർഫസ് ഏരിയ ആണുള്ളത്. ബട്ട് വോളിയം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 into 4 into 4 എന്ന് പറയുന്ന സമയത്ത് 64. അപ്പൊ 8നേക്കാളും 8 times ലാർജർ ആണ്. ഇനി എന്താണ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്നുള്ളത് നോക്കാം. സർഫസ് ഏരിയ വന്നിട്ട് 24. 24 ഡിവൈഡഡ് ബൈ 8 is equal to 3. അല്ലെ, 24 divided by 8 is equal to 3. Okay, so surface area to volume ratio is 3 for ഈ ഒരു സ്മോൾ ഓർഗാനിസത്തിന്.
അതേസമയത്ത് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 96 divided by 64 is equal to 1.5. Okay, 96 divided by 64 is equal to 1.5. So surface area to volume ratio is low for larger animals. അത് എന്തിനാണ്? To conserve heat. Okay, ഇതാണ് ബർജ്മാൻസ് റൂൾ പറയുന്നത്. ഓക്കെ, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ആർക്കാണോ കുറവ് അവര് ലാർജർ സൈസ് ആനിമൽസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദേ ആർ പ്രസന്റ് ഇൻ കോൾഡർ റീജിയൻസ്. എന്തിനു വേണ്ടിയിട്ട്? ടു കൺസർവ് ഹീറ്റ്. സോ ഇതാണ് ബർജ്മാൻസ് റൂൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി അടുത്ത ഒരു റൂൾ, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പറയുന്നതാണ് അടുത്തത്. അടുത്തത് വന്നിട്ട് അലൻസ് റൂൾ എന്നാണ് പറയുന്നത്. അലൻസ് റൂൾ. ഓക്കെ, അലൻസ് റൂൾ എന്താണ് പറയുന്നത് വെച്ചാല്, closely related endothermic vertebrates, those living in colder environments tend to have shorter appendages than those living in warmer environments. Okay, see, ഈ ഒരു ചിത്രത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡെസേർട്ടിലുള്ള റാബിറ്റ് ആണ്, ഇത് പോളാർ റീജിയനിലുള്ള റാബിറ്റ് ആണ്. ഓക്കെ, സോ അലൻസ് റൂൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെസേർട്ട് ഏരിയയിലുള്ള ആനിമൽസിന്റെ അപ്പൻഡേജസ് ആർ ഷോർട്ട് ദാൻ വാമർ റീജിയൻസ്. സീ നോക്കൂ, ഇത് രണ്ടും റാബിറ്റ് ആണ്, രണ്ടും സെയിം സ്പീഷീസ് ആണ്. പക്ഷെ ടെമ്പറേച്ചർ അനുസരിച്ച്, ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് അവർക്കുണ്ട്. ഡെസേർട്ടിലുള്ള റാബിറ്റിന് ലോങ് അപ്പൻഡേജസും പോളാർ റീജിയൻസിലുള്ള അല്ലെങ്കിൽ കോൾഡർ റീജിയൻസിലുള്ള ആനിമൽസിന് ഷോർട്ട് അപ്പൻഡേജസും ആണ് ഉള്ളത്. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഫോക്സിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷോർട്ട് അപ്പൻഡേജസ് ഫോർ കോൾഡർ റീജിയൻ ആനിമൽസ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് അലൻസ് റൂൾ. ഇതും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ആണ്. ഇതൊക്കെ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അലൻസ് റൂൾ. ഓക്കെ, അലൻസ് റൂൾ അപ്പൻഡേജസ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഷോർട്ടർ അപ്പൻഡേജസ്. ഓക്കെ, ദെൻ അടുത്തത് പ്ലാന്റ്സിന്റെ അഡാപ്റ്റേഷൻസ് ആണ്. ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് പ്ലാന്റ്സിനും അഡാപ്റ്റേഷൻസ് ഉണ്ട്. വേരിയേഷൻ ഇൻ ലീഫ് ഷേപ്പ് അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ. Large simple leaves such as this maple leaf are photosynthetically efficient in shady conditions but can overheat in sunny environments. Okay, ഇത് മാപ്പിൾ ട്രീ ലീഫ് ആണ്. ഓക്കെ, ഈ മാപ്പിൾ ട്രീ ലീഫിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ വൈഡ് ആയിട്ടാണ് അതിന്റെ ലീഫ് സ്ട്രക്ചർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് അണ്ടർ ഷെയ്ഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഗ്രോ വെൽ. ഓക്കെ, കാരണം ബിക്കോസ് ഇവിടെയൊക്കെ ക്ലോറോഫിൽ ഉണ്ട്, ഇവിടെയൊക്കെ സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നല്ല വാമർ, അതായത് എന്താ സ്ട്രോങ് സോളാർ റേഡിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഡാമേജ് ചെയ്ത് പോവുകയും ചെയ്യും. സോ അതാണ് മാപ്പിൾ ലീഫ്. അതായത് ഇതൊരു ലീഫ് അഡാപ്റ്റേഷൻ ആണ്. ഷെയ്ഡിലാണെങ്കിലും ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ലീഫ് പാറ്റേൺ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഡേറ്റ് പാം ലീഫ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, സ്മോൾ ആണ്. അതായത് ഇങ്ങനെ സ്പൈൻ ലൈക്ക് ലീവ്സ് ആണ് ഡേറ്റ് പാംസിന്റെ ലീവ്സ് എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ കോമൺ ഇൻ ഹോട്ട് റീജിയൻ അല്ലെ. ഡേറ്റ് പാംസ് ഒക്കെ ഹോട്ട് ഏരിയയിലാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്മോൾ ലീവ്സിന്റെ അഡാപ്റ്റേഷൻ അത് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കണ്ടു അബയോട്ടിക് ഫാക്ടർ ആയ ടെമ്പറേച്ചർ പ്ലാന്റ്സിലും ആനിമൽസിലും എങ്ങനെയാണ് അഡാപ്റ്റേഷൻസ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദി എയർ. ഓക്കെ, എത്ര മാത്രം വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. വാട്ടറിന്റെ വേപ്പർ ഗേഷ്യസ് ഫോം ആണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി ഇൻവിസിബിൾ. ഓക്കെ, ഹ്യൂമിഡിറ്റി ഇൻഡിക്കേറ്റ്സ് ദി ലൈക്ലിഹുഡ് ഫോർ precipitation. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടി വരുന്ന സമയത്ത് മഴ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ബട്ട് ഹ്യൂമിഡിറ്റി കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ഡാമേജിങ്ങും ആണ്. These changes include an increase in your ability to sweat and changes to your cardiovascular system
that facilitate more blood flow closer to the surface of the skin. Okay, നമ്മൾ ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യും. ഓക്കെ, അവിടെ സ്വെറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ജസ്റ്റ് സ്കിന്നിന്റെ തൊട്ട് താഴെ കൂടുതൽ ബ്ലഡ് അവിടേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, പിന്നെ പ്ലാന്റ്സിൽ വന്നിട്ട് പ്ലാന്റ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിപ്പ് ടിപ്പ് എന്ന് പറയും. അവരുടെ ലീഫ് അവരുടെ ടിപ്പിലേക്ക് ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും, പോയിന്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഡ്രിപ്പ് ടിപ്സ് ആർ ഡിസൈൻഡ് ടു അലോ എക്സസ് വാട്ടർ ടു ഫ്ലോ ഓഫ് ദി ലീഫ്, പ്രിവെന്റിങ് എക്സസ് മോയ്സ്ചർ സിറ്റിംഗ് ഓൺ ദി ലീഫ്. ഓക്കെ, ആ ലീഫിൽ കൂടുതൽ മോയ്സ്ചർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രിപ്പ് ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ മോയ്സ്ചർ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാമേജിങ് ആണ്. ഈ ഒരു ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടോ, റോസസ് പ്ലാന്റിലുള്ള ഈ ബ്ലാക്ക് സ്പോട്ട്സ് ബിക്കോസ് ഓഫ് ഹ്യൂമിഡിറ്റി. ഓക്കെ, കൂടുതൽ ഹ്യൂമിഡിറ്റി വരുന്ന സമയത്ത് ലീഫിലെല്ലാം വെള്ളം കൂടുതൽ, മോയ്സ്ചർ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാവാൻ തുടങ്ങും. ടു അവോയ്ഡ് ദിസ് ദ ലീവ്സ്, അതിനുള്ളൊരു അഡാപ്റ്റേഷൻ ആണ് ഡ്രിപ്പ് ടിപ്പ് എന്ന് പറയുന്നത്. ദെൻ വാട്ടർ, അടുത്ത ഒരു അബയോട്ടിക് ഫാക്ടർ വാട്ടർ ആണ്. വാട്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പ്ലാന്റ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് എഫിമെറൽ ആനുവൽസ് എന്ന് പറയും. എഫിമെറൽ ആനുവൽ സ്പീഷീസ് ആർ പ്ലാന്റ്സ് ഹൂസ് ലൈഫ് സ്പാൻ ലാസ്റ്റ് ഓൺലി എ ഫ്യൂ വീക്സ് ഓർ മന്ത്സ്. The most common types of ephemeral species are desert annuals, plants whose seeds remain dormant for months or years, but which quickly germinate, grow and flower when rain does fall. Okay, അവര് വളരെ ഷോർട്ട് ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എഫിമെറൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വന്നിട്ട് സക്കുലന്റ്. ഓക്കെ, സക്കുലൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തിക്ക് ആൻഡ് ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് they'll retain water in arid climates or soil conditions. ഓക്കെ, ഈ ഒരു തിക്ക് ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ലീഫിൽ മുഴുവൻ അവർ വാട്ടർ മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ സീറോഫൈറ്റ്സ്. Xerophytes, ഇത് ആക്ച്വലി സക്കുലൻസ് ആർ സീൻ ഇൻ ഡെസേർട്ട് ഏരിയാസ്. ഓക്കെ, ഈ വാട്ടർ ലോസ് ഇവോപ്പറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സക്കുലൻസ് പ്ലാന്റ്സിൽ തിക്ക് ആയിട്ടുള്ള ലീവ്സ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി വന്നിട്ട് സീറോഫൈറ്റ്സ്. സീറോഫൈറ്റ്സ് നമുക്ക് എവിടെ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ലിക്വിഡ് വാട്ടർ അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത്. ലിക്വിഡ് വാട്ടർ അവൈലബിൾ അല്ലാത്ത രണ്ട് സ്ഥലമാണുള്ളത്, ഒന്ന് ഡെസേർട്ടും ഒന്ന് പോളാർ ഏരിയയിലും. സോ ഈ രണ്ട് സ്ഥലത്തുമാണ് നമുക്ക് സീറോഫൈറ്റ്സിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഐസ് ഓർ സ്നോ കവേർഡ് ഏരിയയിലും ഡെസേർട്സിലുമാണ് നമുക്ക് സീറോഫൈറ്റ്സിനെ കാണാൻ പറ്റുന്നത്. പോപ്പുലർ എക്സാമ്പിൾസ് ഓഫ് സീറോഫൈറ്റ്സ് ആർ കാക്ടി, പൈനാപ്പിൾ ആൻഡ് സം ജിംനോസ്പെർം പ്ലാന്റ്സ്. അടുത്ത അബയോട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലൈറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അത് എഫക്ട് ചെയ്യുന്നത് പ്ലാന്റ്സിനായിരിക്കും. പ്ലാന്റ്സിലായിരിക്കും കൂടുതൽ ലൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള അഡാപ്റ്റേഷൻസും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. amount of light depends upon the latitude. അല്ലെ, നമ്മൾ കണ്ടു ലാറ്റിറ്റ്യൂഡ് എർത്തിന്റെ സർഫേസിൽ ഇക്വേറ്ററിൽ കിട്ടുന്നതിനേക്കാളും കുറവ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് പോളാർ റീജിയനിൽ കിട്ടുന്നത്. സോ ലാറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും വേരി ചെയ്യും. മാക്സിമം പ്രൊഡക്ടിവിറ്റി ലൈസ് ഇൻ ദി ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആൻഡ് ഡിസെൻഡ്സ് ടുവേർഡ്സ് ദി പോൾ. Intensity of light is high at the equator. Okay, maximum productivity at equator region എന്ന് പറയുമ്പോൾ മാക്സിമം സൺലൈറ്റ് ഇവിടെയാണ് കിട്ടുക. ഓക്കെ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നമ്മൾ കണ്ടു, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണുന്നത്. അപ്പം കൂടുതൽ ഇന്റൻസിറ്റി ലൈറ്റ് എന്ന് പറയുമ്പോൾ മോർ ഫോട്ടോസിന്തസിസ്. മോർ ഫോട്ടോസിന്തസിസ് മീൻസ് മോർ കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ മോർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. Then duration and amount of light. Okay, so ചില പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സീസൺ ഉണ്ട് അല്ലെ. സോ ആ ഒരു ലൈറ്റ് ഇന്റൻസിറ്റി, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ് ഇന്റൻസിറ്റി ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ കിട്ടിയാൽ മാത്രമേ ദേ വിൽ ഫ്ലവർ. ഓക്കെ, അപ്പൊ ഡ്യൂറേഷൻ ഓഫ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഡിസ്ട്രിബ്യൂഷനും അഡാപ്റ്റേഷനും ഡിഫറെന്റ് ആയിരിക്കും. ദെൻ ഓറിയന്റേഷൻ, ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിന്റെ പാർട്സിന്റെ ഓറിയന്റേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീഫ് ഓൾവേസ് ഓറിയന്റ് ടുവേർഡ്സ് സൺലൈറ്റ്. ഓക്കെ, ദെൻ ഡയോണൽ പീരിയോഡിസിറ്റി. ഡയോണൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റും ഡേയും തമ്മിൽ ആക്ടിവിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ,
For example, photosynthesis. Photosynthesis എപ്പോഴും ഡേ ടൈമിലാണ് നടക്കുക. ബിക്കോസ് ടു ഒക്കർ photosynthesis സൺലൈറ്റ് എസെൻഷ്യൽ ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിന് തന്നെ ഡേ നൈറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഡേയിലും നൈറ്റിലും നടക്കുന്നത്. അതിനെയാണ് ഡയോണൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. Then heliophytes. Heliophytes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു ടോളറേറ്റ് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റീസ്. ഓക്കെ, നല്ല ഹൈലൈറ്റ് ഇന്റൻസിറ്റിയിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഹെലിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷുഗർ കെയിൻ, സൺഫ്ലവർ ആൻഡ് മെയ്സ്. Then sciophytes. Sciophytes ability to tolerate low light intensities. Okay, ഇത്രയാണ് നമുക്ക് പ്ലാന്റ്സിന്റെ അഡാപ്റ്റേഷൻസ് പറയുന്നത്. ദെൻ ആനിമൽസിന്റെ കേസിലേക്ക് കടക്കുന്ന സമയത്ത് അത് ഏറ്റവും ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ ആണ്. ഓക്കെ, പിഗ്മെന്റേഷൻ. ഓക്കെ, ബയോളജിക്കൽ പ്രോസസ് ആണ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോഴാണ് നമ്മളെ പിഗ്മെന്റേഷൻ നടക്കുന്നത്. പിന്നെ ഡയോണൽ ആക്ടിവിറ്റി, അതായത് ഡയോണൽ ആണ്. നമ്മൾ മോസ്റ്റ് ഓഫ് ദി മാമൽസ് ആർ ഡയോണൽസ്. ഓക്കെ, ആക്റ്റീവ് ഡ്യൂറിംഗ് ഡേ ടൈം. ദെൻ നോക്ടേണൽ, ആക്റ്റീവ് അറ്റ് നൈറ്റ്. എക്സാമ്പിൾ ഔൾ. ഓക്കെ, സോ ആനിമൽസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ പിഗ്മെന്റേഷൻ ആണ്. ലൈറ്റ് ഇന്റൻസിറ്റി, അതായത് നമ്മൾ ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി കിട്ടുന്ന ഏരിയയിലുള്ള ആൾക്കാർക്ക് പിഗ്മെന്റേഷൻ കൂടുതലായിരിക്കും ദാൻ കോൾഡർ റീജിയൻസ്. നമുക്ക് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റി. നമ്മൾ ഡയോണൽ ആൻഡ് നോക്ടേണൽ എന്ന് പറയും. ആക്റ്റീവ് അറ്റ് ഡേ ടൈം ആൻഡ് ആക്റ്റീവ് അറ്റ് നൈറ്റ് ടൈം. ഓക്കെ, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് ബേസ്ഡ് അപ്പോൺ ലൈറ്റ്. ദെൻ അടുത്തൊരു abiotic ഫാക്ടർ എന്ന് പറയുന്നത് സോയിൽ ആണ്. ഓക്കെ, സോ സോയിലിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ സോയിൽ റിച്ച്നെസ് അല്ലെങ്കിൽ സോയിലിന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. സോ പ്ലാന്റ് ഗ്രോത്തിന് അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ആനിമൽസ് അല്ലെങ്കിൽ ഹെർബിവോർസ് ഉണ്ടാവുക. ഹെർബിവോർസിന് അനുസരിച്ചിട്ടായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാർണിവോർസ് ഉണ്ടാവുക. സോ സോയിലിന്റെ ക്യാരക്ടറിനനുസരിച്ചിട്ടും സോയിൽ ഒരു അബയോട്ടിക് ഫാക്ടർ ആണ്. സോയിൽ എന്ന അബയോട്ടിക് ഫാക്ടർ എങ്ങനെയാണ് ഈ ഒരു ഏരിയയിലുള്ള ലൈഫ് ഫോംസിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ അടുത്ത് വന്നിട്ട് pH. അടുത്ത ഫാക്ടർ വരുന്നത് pH ആണ്. ഓക്കെ, pH എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോയിൽ ആൻഡ് വാട്ടർ pH എഫക്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർഗാനിസംസ്. എങ്ങനെ? The answer is the hydrogen ions are very reactive and can readily bind to many kinds of ions and molecules. For example, calcium carbonate, which makes up limestone rock, dissolves readily in acidic water. ഇതാണ് അതിന്റെ റിയാക്ഷൻ. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം പ്ലസ് HCO3 മൈനസ് ആവുന്നു. ഓക്കെ, കാൽഷ്യം റിലീസ് ചെയ്യുന്നു. Water in limestone areas therefore contains calcium ions and is known as hard water. ഇപ്പൊ ചില ഏരിയയിൽ ഹാർഡ് വാട്ടർ ആണെന്ന് പറയാനുള്ള കാരണം അവിടെ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ലൈംസ്റ്റോൺസ് എല്ലാം ഹൈഡ്രജൻ അയോൺ ലൈംസ്റ്റോൺസ് വിൽ ഡിസോൾവ് ബൈ ഹൈഡ്രജൻ. ഓക്കെ, സോ അവിടെ കാർബൺ കാൽഷ്യം കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. കാൽഷ്യം അയോൺസ് ആർ എസെൻഷ്യൽ ടു ലൈഫ്. And species such as snails, which need especially high levels of calcium to produce calcium carbonate shells, prefer areas with hard water. Okay, ഈ ഹാർഡ് വാട്ടർ ഏരിയയിലായിരിക്കും കൂടുതൽ സ്നെയിൽസ് ഉണ്ടാവുക. ബിക്കോസ് അവിടെ കാൽഷ്യത്തിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഓക്കെ, സോ അവിടെ വന്നിട്ട് നമ്മൾ എന്താ പറയാ അസിഡിക് ആയിട്ട്, അതായത് അവിടെ ഹൈഡ്രജൻ അവിടുത്തെ pH വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാൽഷ്യത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്നെയിൽ സ്പീഷീസിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ, വേരിയേഷൻ ഇൻ pH can have a major impact on the distribution of organisms. Normal rainwater has pH about 5.6, which is slightly acidic because the absorption of atmospheric carbon dioxide into rain droplets forms carbonic acid. Thus, most organisms have evolved to live in slightly acidic water. However, most plants grow best at a soil water pH about 6.5, a value at which soil nutrients are most readily available to plants. For plants, most roots are damaged below pH 3 or above pH 9.
Furthermore, at a pH of 5.2 or less, nitrifying bacteria do not function properly, which prevents organic matter from decomposing. In general, alkaline soils such as chalk and limestone, the so-called high lime soils, carry a much richer flora and associated fauna than do acidic soils. Okay, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല, എങ്ങനെയാണ് പി എച്ച് വേരിയേഷൻ എഫക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പി എച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പി എച്ച് 3 കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിന്റെ റൂട്ട്സ് അഫക്ട് ചെയ്യും, നൈട്രിഫൈങ് ബാക്ടീരിയനെ അഫക്ട് ചെയ്യും, അല്ലെ? സോ ഇത്രയാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ബട്ട് പി എച്ചിന്റെ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഹസാർഡ് എന്ന് പറയുന്നതാണ് റെയിൻ, ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡ് റെയിൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ആസിഡ് റെയിൻ എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. Precipitation with a pH of less than 5.6. Okay, acid rain results from the burning of fossil fuels such as coal, natural gas, and oil, which releases sulfur oxide and nitrogen oxide into the atmosphere. Okay, so atmosphere le sulfur dioxide indeyum nitrogen oxide indeyum content koodalaavunna samayathu these gases react with water in the air to form sulfuric acid and nitric acid, which are the strong acids. Okay, sulfuric acid and nitric acid ആയിട്ട് അത് മാറും when it react with rain water. ഇത് earth surface ൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി റിവേഴ്സിലെ റിവറുകളിലുള്ള പി എച്ച് ലെവൽ ഇൻക്രീസ് ആവാൻ തുടങ്ങും. അങ്ങനെ ആസിഡിക് കണ്ടീഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് അക്വാട്ടിക് ലൈഫ്. ഓക്കെ, അതേപോലെ തന്നെ സോയിലിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ പി എച്ച് വിൽ ചേഞ്ച്. സോയിൽ പി എച്ച് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്ലാന്റ്സിനെ അത് എഫക്ട് ചെയ്യും. അങ്ങനെ നൈട്രജൻ ഫിക്സേഷൻ എഫക്ട് ചെയ്യും, കാൽഷ്യം ഫോർമേഷൻ എഫക്ട് ചെയ്യും. അങ്ങനെ അത് ഒരുപാട് രീതിയിൽ അത് ഹസാർഡസ്, ഇറ്റ് വിൽ കോസ് ഹസാർഡസ് ടു ഹ്യൂമൻ ബീയിങ്. ദെൻ മിനറൽ എലമെന്റ്സ്. ഓക്കെ, സോയിലുള്ള മിനറൽ എലമെന്റ്സ് വൺ ഓഫ് ദി അതർ എന്താ അബയോട്ടിക് ഫാക്ടർ ആണ്. ഓക്കെ, ഇപ്പം നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ നോക്കൂ, ഇത് ആക്ച്വലി ഒരു നമ്മളെ സോയാബീൻ റൂട്ട് ആണ്. സോയാബീൻ റൂട്ടിലുള്ള റൈസോബിയം ബാക്ടീരിയ ആണ് ഈ ഒരു റൂട്ട് നോഡ്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ എന്താ പറയാ, അവിടുത്തെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കൂടുതലായിരിക്കും. ഇപ്പം റൈസോബിയം കൂടുതലായിരിക്കും ഈ ഒരു ഏരിയയിൽ, ബിക്കോസ് അവിടെ നൈട്രജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സോയിൽ ആണ്. സോ മിനറൽ എലമെന്റ്സ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ഫോണ ഫ്ലോറ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പൊ നല്ല മിനറൽ എലമെന്റ്സ് ഉള്ള നല്ല സോയിലുള്ള ഏരിയയിൽ ഹെർബിവോർ പോപ്പുലേഷൻ കൂടും. ബിക്കോസ് പ്ലാന്റ് ന്യൂട്രിയൻസ് കൂടുതലാണെങ്കിൽ അവിടെ പ്ലാന്റ് കൂടുതൽ ഗ്രോ ചെയ്യും. സോ അവിടെ ഹെർബിവോർ പോപ്പുലേഷൻ ഓൾസോ വിൽ ഇൻക്രീസ് അക്കോർഡിംഗ്ലി. ദെൻ നെക്സ്റ്റ് വന്നിട്ട് വിൻഡ് എന്നുള്ളത് എസ്പെഷ്യലി എഫക്റ്റിംഗ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് പോപ്പുലേഷൻ. ഓക്കെ, വിൻഡ് ഈസ് ഫോർ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അബയോട്ടിക് ഫാക്ടർ ആണ് വിൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ സ്ട്രക്ചറിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അത് ആക്ച്വലി ഇൻസെക്ടിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക്. സോ അതുകൊണ്ട് അവര് നേരിട്ട് തന്നെ വിൻഡിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും. ആന്തേഴ്സ് ആർ എക്സ്പോസ്ഡ് ടു ദി വിൻഡ് സോ ദാറ്റ് പോളൻ ക്യാൻ ഈസിലി ബി ബ്ലോൺ അവേ. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റിഗ്മ ഭയങ്കര ഫെദറി ആയിരിക്കും. അതായത് അപ്പൊ ഈ വരുന്ന എന്താ പറയാ പോളൻസിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മ ആയിരിക്കും ഉണ്ടാവുക. ദെൻ pollen grains are very small and light. അതുകൊണ്ട് ലൈറ്റർ ആണെങ്കിൽ അല്ലേ അതിന് വിൻഡിന് ബ്ലോ ചെയ്ത് പോവാൻ പറ്റുള്ളൂ. ഓക്കെ, petals are small and green as there is no need to attract ഇൻസെക്ടിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് petals എല്ലാം ചെറുതായിരിക്കും. ആൻഡ് ഓൾസോ നോ സെന്റ് ഓർ നെക്ടറി. അപ്പൊ ത്രൂ ഇൻസെക്ട് അല്ല ഇവിടെ പോളിനേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് വരുന്നത്. So dispersal of fruits, spores and seeds. ആ വിൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഫ്രൂട്ട് ഡിസ്പേഴ്സലും സ്പോർ സീഡ് ഡിസ്പെർഷൻ ഒക്കെ നടക്കുന്നത്. ആൻഡ് ഓൾസോ വിൻഡ് കൂടുതലാണെങ്കിൽ ട്രാൻസ്പിറേഷൻ കൂടുതലായിരിക്കും. പിന്നെ എന്താണ്, റേഡിയൽ ഗ്രോത്ത് ആയിരിക്കും. വിൻഡ് ഉള്ള ഏരിയയിൽ റേഡിയൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. അതായത് അവിടെ ടോൾ ആയിട്ട് പ്ലാന്റ്സ് വളർന്നിട്ട് കാര്യമില്ല. അവിടെ വിൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ദേ മേ fall off. Okay,
സോ റേഡിയൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും വിൻഡ് ഏരിയയിൽ നമ്മൾ കൂടുതൽ കാണുന്നത്. സോ വിൻഡ് എന്നുള്ള ഒരു അബയോട്ടിക് ഫാക്ടർ എങ്ങനെയാണ് ആ ഒരു എന്താ ഓർഗാനിസം അല്ലെങ്കിൽ ഫ്ലോറ ഫോണ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ ബയോട്ടിക് ഇന്ററാക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. Biotic components or biotic factors can be described as any living component that affects another organism or shapes the ecosystem. This includes both animals that consume other organisms within their ecosystem and the organism that is being consumed. Okay, so biotic interaction എന്ന് പറയുന്ന സമയത്ത് ആ ഒരു അതായത് ലിവിങ് അതായത് ലൈഫ് പ്ലസ് ലൈഫ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ലൈഫ് പ്ലസ് ലൈഫ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന് വന്നിട്ട് കോമ്പറ്റീഷൻ, സെക്കൻഡ് വന്നിട്ട് കൺസംഷൻ, പ്രിഡേഷൻ, പാരസിറ്റിസം, ഡിസീസ്, സിംബയോസിസ്. ഇത്രയും ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ബയോട്ടിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസവും മറ്റു ഓർഗാനിസവും സെയിം റിസോഴ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാം. ദെൻ കൺസംഷൻ എന്ന് പറയും, അതായത് ഇപ്പൊ ഡിയറിനെ ലയൺ കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഡിയറും നമ്പർ ഓഫ് ലയണും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ദെൻ പ്രിഡേഷൻ, പാരസിറ്റിസം, ഇതൊക്കെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇത് മനസ്സിലാവും. ഇതെല്ലാം തന്നെ ബയോട്ടിക് ഇന്ററാക്ഷൻസ് ആണ്. പിന്നെ അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ കൺസ്യൂമേഴ്സ് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയും. Then decomposers are saprophytes. Okay, നമ്മൾ ബയോട്ടിക് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് പറയുന്ന സമയത്ത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, ഇങ്ങനെയാണ് ഈ ഒരു ബയോട്ടിക് എൻറ്റയർ ബയോട്ടിക് ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം, സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡയഗ്രാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്ലാന്റ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഈ പ്ലാന്റ് ഈസ് ദി പ്രൊഡ്യൂസർ. ഓക്കെ, ഈ ഇവര് ഹെർബിവോർസ് ആണെങ്കിലും ദേ ആർ ദി ഫസ്റ്റ് കൺസ്യൂമർ. ഇവര് കൺസ്യൂമർ ആണ്. ഈ ടൈഗറും ഒരു കൺസ്യൂമർ ആണ്, നേരിട്ട് പ്രൈമറി അല്ല, ഇവരെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ വന്നിട്ട് ഡീകമ്പോസേഴ്സ്. സോ ഇതാണ് ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ബയോട്ടിക് ഇന്ററാക്ഷന്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സോ പ്രൊഡ്യൂസേഴ്സ് മെയിൻലി എപ്പോഴും എന്തായിരിക്കും, പ്ലാന്റ്സ് ആയിരിക്കും അല്ലെ. കൺസ്യൂമേഴ്സിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്, ഹെർബിവോർസ്, കാർണിവോർസ് ആൻഡ് ഓംനിവോർസ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂം ഓൺലി പ്രൊഡ്യൂസേഴ്സ്, കാർണിവോർസ് കൺസ്യൂം അതർ കൺസ്യൂമേഴ്സ്, ഓംനിവോർസ് കൺസ്യൂം ബോത്ത്. ഓക്കെ, ദെൻ ഡീകമ്പോസേഴ്സ് എന്താണ് പറയുക, ഡീകമ്പോസ് ഡെഡ് ഓർഗാനിക് മാറ്റർ. സോ ഈ ഒരു ഡയഗ്രത്തിൽ കണ്ടാൽ മനസ്സിലാവും, സൺലൈറ്റ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വെച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ്, പ്ലാന്റ്സ് വിൽ പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അത് കൺസ്യൂം ചെയ്യും പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ. അങ്ങനെ അത് ഡെഡ്, ഈ ഒരു ആനിമൽസ് എല്ലാം ഡെഡ് ആവുന്ന സമയത്ത് അത് ഡീകമ്പോസേഴ്സ് വിൽ ഡീകമ്പോസ് ആൻഡ് റിലീസ് nutrients into soil. So again plants will absorb it and produce carbohydrate. So this is the cycle. Okay, biotic interaction de the simple ആയിട്ടുള്ള ഒരു സൈക്കിൾ ആണ് ഇത് പറയുന്നത്. നമ്മൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് സ്പീഷീസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു സബ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ദെൻ അടുത്ത് വന്നത് നമ്മുടെ ബയോട്ടിക് ഫാക്ടറിനനുസരിച്ചിട്ടുള്ള രണ്ട് ടൈപ്പ് ആണ്. പ്ലാന്റ്സിലാണ് എസ്പെഷ്യലി എക്കോ ടൈപ്പ് ആൻഡ് എക്കേഡ്സ്. രണ്ട് ടൈപ്പ് ആണുള്ളത്, എക്കോ ടൈപ്പ് ആൻഡ് എക്കേഡ്. എന്താണ് എക്കോ ടൈപ്പ് എന്നുള്ളത് നോക്കാം. ആൻഡ് എക്കോ ടൈപ്പ് ഈസ് എ പോപ്പുലേഷൻ ദാറ്റ് ഈസ് അഡാപ്റ്റഡ് ടു ലോക്കൽ എൻവയറമെന്റൽ കണ്ടീഷൻസ്. The implication is that those individuals which were best adapted to the prevailing conditions left the most offspring. This adaptation is genetically fixed and irreversible. ഇതാണ് എക്കോ ടൈപ്പിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ദേ ആർ ഇൻഫെർട്ടൈൽ ആൻഡ് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ്. ഓക്കെ, ഇക്കോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ലോക്കൽ എൻവയറമെന്റിന്റെ, അതായത് ആ ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ ലോക്കൽ എൻവയറമെന്റിനനുസരിച്ചിട്ട് അത് ഗെയിൻ ചെയ്തിട്ടുള്ള അഡാപ്റ്റേഷൻ, അതിന്റെ ഏറ്റവും ബെസ്റ്റ് അഡാപ്റ്റേഷൻസിനെയാണ് അഡാപ്റ്റേഷൻ ആണ്. ഓക്കെ, അത് ജെനറ്റിക്കലി ഫിക്സ്ഡ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, സോ ഇതിനെയാണ് ഇക്കോ ടൈപ്പ്
എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഡയഗ്രാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സെയിം സ്പീഷീസ് ആണ്. പക്ഷെ അതിന്റെ ലോക്കൽ എൻവയറമെന്റിനനുസരിച്ചിട്ട് അതിന് ഒരു അഡാപ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ലീഫ്, ഈ ഒരു ലീഫ്, ഈ ഒരു ലീഫ്, ഈ ഒരു ലീഫ് സെയിം സ്പീഷീസ് ആണ്, സെയിം ആണെങ്കിലും അതിന്റെ ലോക്കൽ എൻവയറമെന്റിനനുസരിച്ചിട്ട് അതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഈ ഒരു ഫ്ലവർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയുള്ള ജനറ്റിക്കലി ഫിക്സ്ഡ് ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ലോക്കൽ എൻവയറമെന്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള അഡാപ്റ്റേഷനെയാണ് നമ്മൾ ഇക്കോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇക്കോ ടൈപ്പും എക്കേഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ് ചോദിക്കാറ്. എക്കേഡ്സ് അല്ലെങ്കിൽ എക്കോഫീൻസ് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ടൈപ്പ്, നമ്മൾ ഇക്കോ ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ എഫക്റ്റഡ് ബൈ ഇറ്റ്സ് എൻവയറമെന്റ് ആണ്, പക്ഷെ നോൺ ഹെറിറ്റഡ് ആണ്. അതായത് ദ ചേഞ്ചസ് ആർ ടെമ്പററി ആൻഡ് റിവേഴ്സിബിൾ. അതാണ് ഇക്കോ ടൈപ്പും എക്കേഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കുക, അത് അവർ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുക, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നിട്ടായിരിക്കും ചോദിക്കുക. സോ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എക്കേഡ്സ് അല്ലെങ്കിൽ എക്കോഫീൻസ് എന്ന് പറയുന്നത് എഫക്റ്റഡ് ബൈ ഇറ്റ്സ് എൻവയറമെന്റ് തന്നെയാണ്, പക്ഷെ എന്താണ് വ്യത്യാസം? ആ ചേഞ്ച് ടെമ്പററി ആണ്, റിവേഴ്സിബിളും ആണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഗ്രോയിങ് ഡ്രൈ ആൻഡ് ഹാർഡ് സോയിൽ ആണ്. സോ ഈ ഒരു ഈ പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഡ്രൈ ഹാർഡ് സോയിലിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ സെയിം സ്പീഷീസ് തന്നെയാണ് ഈ പ്ലാന്റ്, പക്ഷെ ഈ പ്ലാന്റ് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു സോയിലിൽ ഗ്രോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പ്ലാന്റിനെ എടുത്തിട്ട് ഞാൻ ഈ ഒരു എൻവയറമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രാജുവലി ഈ ഒരു അഡാപ്റ്റേഷൻ എടുക്കും. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ നല്ല ലൂസ് ആയിട്ടുള്ള സോയിലിലേക്ക് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി ഈ ഒരു പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻസിലേക്ക് വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് ടെമ്പററി ആൻഡ് റിവേഴ്സിബിൾ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എക്കേഡ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഇന്ററാക്ഷനും ബയോട്ടിക് ഇന്ററാക്ഷനും എന്നുള്ള പോർഷൻസിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ 10A, അതായത് എൻവയറമെന്റ്, ഫിസിക്കൽ എൻവയറമെന്റ്, അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഇന്ററാക്ഷൻസ് എന്നുള്ള പോർഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഇതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്കിത് കാണാം. ഇനിയും നിങ്ങൾക്ക് എക്കോളജി ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് അവർ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. ഇതാണ് ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. യു ക്യാൻ റീച്ച് us through WhatsApp, Facebook or email. So kindly like our channel, subscribe our channel and share our videos with your friends. Thank you so much.